1887 ദിവസം എന്നെ ഇന്ന് വാക്പുണ്യം പറയാനായിട്ട് ക്ഷണിച്ച മനോജ് സാറിന് എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ LBV ബിസിനസ് ഗ്രൂപ്പിൽ അംഗമായി പ്രവർത്തിക്കുവാനായി എന്നെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് ആദ്യമേ ഞാൻ നന്ദി പറയട്ടെ. നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ നല്ലൊരു സ്നേഹവും നന്ദിയും ഒരു പ്രഭാത വന്ദനവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്പുണ്യത്തിലേക്ക് കടക്കുകയാണ്. 12 വർഷക്കാലത്തോളം സൗദി അറേബ്യയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്ത് നാട്ടിൽ വന്ന് റിസൈൻ ചെയ്ത് പോകുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് എന്നെ ഈ ഒരു അവസരത്തിലേക്ക് എൻ്റെ അപ്ലൈൻ ലീഡറായ SNDC ലീഡർ ലൈല മാഡം എന്നെ ഈ അവസരത്തിലേക്ക് ക്ഷണിച്ചതും എന്നെ ഈ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തിയതും. സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ് ആഗ്രഹിച്ചുകൊണ്ടോ അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കണമെന്നൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഈ ചാമ്പി തൈലത്തിന്റെ കാര്യമാണ് ആദ്യമേ എന്നോട് വന്ന് പറയുന്നത്. അപ്പം എൻ്റെ 2 മുട്ടും ഓപ്പറേഷൻ ചെയ്ത് 2 മുട്ടിനും നീരും വേദനയായിട്ടിരിക്കുന്ന സമയത്താണ് മാഡം എൻ്റെ അടുത്ത് വരുന്നത്. എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള പ്രോഡക്റ്റ് ആണെന്നും നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ കൂടിക്കൊണ്ട് അലോപ്പതിയെ പിന്തള്ളിക്കൊണ്ട് ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണിതെന്നും അതിനുവേണ്ടിയുള്ള ഒരു സംരംഭമാണിതെന്നും ഒക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഞാൻ ഈ ബിസിനസ് കാര്യമോ അങ്ങനെയുള്ളതൊന്നും പറയുന്നേയില്ല, അറിയുന്നുമില്ല. എങ്കിലും എനിക്ക് വേണം, എനിക്കൊരു ചാമ്പിത്തൈലമാണ് ആദ്യമായിട്ട് തരുന്നത്. ആ ചാമ്പിത്തൈലം മേടിച്ച് ഞാൻ ഉപയോഗിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ജെല്ലും കൂടെ ഉണ്ട്, അത് ഞാൻ നാളെ കൊണ്ട് തരാം എന്നും പറഞ്ഞ് പിറ്റേ ദിവസം എനിക്കൊരു ജെല്ലും കൊണ്ട് തന്നു. എന്താണെങ്കിലും ഇത് പരട്ടി പ്രത്യേകിച്ച് എനിക്ക് അലോപ്പതി മേഖലയിൽ വർക്ക് ചെയ്തെങ്കിലും എനിക്കതൊന്നും കഴിക്കാനായിട്ട് താല്പര്യവും ഇല്ല. എനിക്കതൊന്നും വയറിന് നല്ല സുഖം തരുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഈ ആയുർവേദത്തോടാണ് എനിക്ക് നേരത്തെ നല്ല ഇഷ്ടം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ ചാമ്പിത്തൈലം ഞാൻ എൻ്റെ കാലിലെല്ലാം പുരട്ടി വേദന ജെല്ലും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ വേദന ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി കൂടുമായിരിക്കും, ആയുർവേദം അല്ലേ, ഒരു ശകലം കൂടിയിട്ടേ കുറയുള്ളൂ, ഒന്നും പേടിക്കണ്ട, അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണെന്ന് മാത്രം കരുതിയാൽ മതിയെന്ന് പറഞ്ഞെങ്കിലും കാലിലെല്ലാം നീര് വന്നപ്പോ വീട്ടിൽ നിന്ന് വഴക്കായി. എന്നോട് പറഞ്ഞു കാണുന്ന വഴിയെ പോകുന്ന ഒക്കെ മേടിച്ച് തേച്ചു, ആശുപത്രി പോകാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ഇത് പുറമെ അപ്ലൈ ചെയ്തിട്ടല്ലേ ഞാനുള്ളൂ, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ മാഡത്തെ വിളിച്ചപ്പോ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് പുരട്ടിക്കോ എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ആയപ്പോൾ എൻ്റെ ആ നീരും വേദനയെല്ലാം ആ മുട്ടിൽ നിന്നിറങ്ങി കാലിന്റെ പാദത്തിലോട്ട് വന്ന് അതങ്ങ് പോയി. അതോടെ ഞാൻ ചാമ്പി തൈലത്തിന്റെ ഫാനായി തന്നെ പറയാം. കാരണം എനിക്ക് അത്ര അമേസിങ്, എനിക്ക് കിട്ടിയ റിസൾട്ട് അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പം എൻ്റെ മാഡം എന്നോട് പറഞ്ഞു സാലു ഒരു സാറ് വരുന്നുണ്ട്, സാലുവിനോട് ഇതിനെ പറ്റി കാര്യങ്ങളൊക്കെ പറയാനാന്ന് പറഞ്ഞു. അന്ന് എൻ്റെ മാർട്ടിൻ സാറ് ലൈല മാഡം കൂടെ ഇവിടെ കടന്നു വരികയും അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് ഇതിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എന്നിട്ടും ബിസിനസിന്റെ കാര്യങ്ങളിലേക്കൊന്നും വന്നില്ല. എനിക്കൊരു ബ്രോഷർ തന്നിട്ട് പോയി. എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പം പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡയബറ്റിക് ഒക്കെ ഉള്ളത്, അന്നേരം എല്ലാം പറഞ്ഞിട്ട് ഒരു ശ്രദ്ധയും കാണിക്കാതിരുന്നപ്പോ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, വേറെ എവിടെയോ നോക്കിയിരിക്കുവാണ്, ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അത് കഴിഞ്ഞ് സാറെല്ലാം ബിസിനസിനെ പറ്റി ഒന്നും സാറ് സംസാരിച്ചില്ല. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ ആർക്കും